Talent Learning Academy ആണ്. So yes, class 9 CBSE-ൽ നമ്മളിതാ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ചേഞ്ച് തന്നെയാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം 8 CBSE-ൽ എത്തിയപ്പോൾ അവിടെയും നമുക്ക് എന്തുണ്ടായിരുന്നു, പുതിയ സിലബസ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ചില കാര്യങ്ങൾ, ചില കുട്ടികളുടെ കാര്യങ്ങളിൽ ഇതിലൊരു ചേഞ്ച് ഉണ്ട്. കാരണം ചില സ്കൂൾസിലൊക്കെ നമുക്കറിയാം 8 CBSE-യുടെ സിലബസ് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഓൾറെഡി, ചില സ്കൂൾസ് ഒക്കെ ഓൾറെഡി എന്ത് ചെയ്തു, ഓൾഡ് സിലബസ് ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷെ ചില ആളുകളൊക്കെ പുതിയതായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 9 CBSE ഇതാ കുറച്ചുകൂടെ എന്താണ്, നേരത്തെ തന്നെ ഇതാ നമുക്ക് ഓൾറെഡി സിലബസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്സും അവൈലബിൾ ആവും. അപ്പൊ സിലബസ് അറിഞ്ഞതോടുകൂടി തന്നെ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റിലായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടോ പഠിക്കാനായിട്ട് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അക്കാദമിക് ഇയറിൽ കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഉണ്ട് ഈ ഒരു വർഷം, എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു 8th 9th ഒന്നും നമുക്ക് ബോർഡ് എക്സാമിനേഷൻ ഇല്ല. പക്ഷെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് 10th അല്ലെ നമ്മൾ ആദ്യമായിട്ട് ബോർഡ് എക്സാം എന്ത് ചെയ്യാൻ പോവാണ്, ഫേസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അവിടേക്ക് വേണ്ട കുറെ കാര്യങ്ങൾ ഓൾറെഡി എല്ലാ സബ്ജക്റ്റിലും ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ കെമിസ്ട്രിയിലും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് 1 by 1 ആയിട്ട് ഇതാ നമുക്കൊന്ന് നോക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത്, ഇവിടെ ശ്രദ്ധിക്കാൻ നിങ്ങള്, നമ്മുടെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ദാ ഈ കാണുന്ന ചാപ്റ്റർ ആണ്. അതായത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ. അപ്പൊ ക്ലാസ് 9 CBSE-ൽ നിങ്ങളുടെ സീനിയേഴ്സിന്റെ സിലബസുമായിട്ടുള്ള ഇതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചെറിയ ചാപ്റ്റർ അവർക്ക് പഠിക്കാനുണ്ടായിരുന്നു. ചെറുതെന്ന് ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ അവർക്ക് അത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിന് പകരം നിങ്ങൾക്ക് ഇതാ ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ, ഈ പീരീഡ്സിന്റെ എണ്ണമൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് സെപ്പറേഷൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെ മിക്സ്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സൊല്യൂഷൻ ആയിക്കോട്ടെ, കൊളോയിഡ്സ് ആയിക്കോട്ടെ, സസ്പെൻഷൻ ആയിക്കോട്ടെ, വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, എക്സ്പെരിമെന്റ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും അല്ലെ. 8 CBSE പുതിയ സിലബസ് കണ്ട ആളുകൾക്ക് അറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു അല്ലെ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ അതൊക്കെ ഇതാ വരാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് അതൊക്കെ പ്രതീക്ഷിക്കാം. ആൻഡ് വേറെ എന്തൊക്കെയാണുള്ളത്, നമ്മളിപ്പോ പറഞ്ഞു ഈ പറയുന്ന സൊല്യൂഷനും ഈ പറയുന്ന പോലെ സസ്പെൻഷനും കൊളോയിഡും ഒക്കെ ഉണ്ട് അല്ലെ. അതിൽ തന്നെ സൊല്യൂഷനെ പറ്റി കുറച്ചുകൂടെ എന്താണ് വ്യക്തമായിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ, രണ്ട് രീതിയിൽ കോൺസെൻട്രേഷൻ കാണുന്നത് എങ്ങനെയൊക്കെയാണെന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഇതാ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് വലിയൊരു മാറ്റം, കഴിഞ്ഞ വർഷത്തിൽ ഉള്ളതിനേക്കാൾ വലിയൊരു മാറ്റം. കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ഇത് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു. അത് ഇത്രയൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ സിലബസിൽ അതാ എഗെയിൻ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ടെക്നിക്സ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും, ഡിസ്റ്റിലേഷൻ ആയിക്കോട്ടെ, ക്രിസ്റ്റലൈസേഷൻ ആയിക്കോട്ടെ, പേപ്പർ ക്രോമറ്റോഗ്രാഫി ആയിക്കോട്ടെ, സബ്ലിമേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, കൊയാഗുലേഷൻ എന്ന് വേണ്ട മിക്ക സെപ്പറേഷൻ ടെക്നിക്സും ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് വരുന്ന കോളം എന്ന് പറയുന്നത് കേട്ടോ. സിലബസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് പിന്നെ ലേണിംഗ് ഔട്ട്കാണ്. ഇതൊക്കെ പഠിക്കുന്നത് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിലേക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മളുടെ കോൺസെപ്റ്റ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ലെസൺ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷമുള്ളവർക്ക് ആദ്യം ഒരു കുഞ്ഞു ചാപ്റ്റർ ഉണ്ടായിരുന്നു. മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ അവർക്ക് ഉണ്ടായിരുന്നു. അവിടെ അവര് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ പറയുന്ന സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കത് ഇല്ലാത്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ എവിടെ തന്നെ തന്നു. ഇപ്പൊ ഇതാ മാറി വന്നില്ലേ 8 CBSE, അതിനകത്ത് തന്നു കഴിഞ്ഞു. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് അല്ലെ. അപ്പൊ ബേസിക്
ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതൊക്കെ മറന്നുപോയ ആളുകള്, അതൊന്നും പഠിക്കാത്ത ആളുകള്, അവർക്കെല്ലാം ഈ ഒരു ചാപ്റ്റർ നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് കെമിസ്ട്രിയുടെ, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് എല്ലാം പുതിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ കംപ്ലീറ്റ് പുതിയൊരു സാധനമാണ്. അങ്ങനെ കുറെ ടോപ്പിക്കുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, നമ്മളത് പഠിക്കുന്നത്. എല്ലാത്തിലും ഇഷ്ടം പോലെ എന്തുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മക്കളെ, 10th CBSE ചിലപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ പോകുമ്പോഴേക്കും അവിടെയും സിലബസ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസും ഇക്വേഷൻസും ഒക്കെ അവിടെ പഠിക്കാനുണ്ടായിരിക്കും. എല്ലാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ ഫോർമുലാസ് ഒക്കെ കൃത്യമായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആറ്റങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു ബോധം നമുക്ക് വേണം അല്ലെ. അതാണ് ഇനി വരാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സും. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം, ആ പേര് തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെ 9th CBSE ഈ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പൊസിഷനൊക്കെ ചാപ്റ്ററിന്റെ പൊസിഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടത്തിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുമുണ്ട്. അതായത് ചാപ്റ്ററിന്റെ പേര് അതാണെങ്കിലും ഉള്ളിലുള്ള കോൺസെപ്റ്റുകൾ കുറച്ച് അധികമാണ്, ഒന്നും റിമൂവ് ചെയ്തതല്ല, ആഡ് ഓൺ ചെയ്തേക്കുവാണ് അല്ലെ. അപ്പൊ നോക്കിയോ, ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാണ്, വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ, വലിയൊരു ചാപ്റ്റർ ആണ്. വലിയ ചാപ്റ്റർ എന്നതിനുപരി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആണെങ്കിലും പഠിക്കാൻ കുറച്ച് അധികം ഉണ്ട്. ഓരോന്നിന്റെ സ്ട്രക്ചർ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇമ്പോർട്ടന്റ് അല്ലേ, പ്രശ്നമല്ലേ? അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വർഷം പഠിച്ചെടുക്കാനുണ്ട് എന്നാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. ഇതൊന്നും പേടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതൊക്കെയാണ് 9th CBSE കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് അങ്ങോട്ട് ഉഴപ്പാൻ തുടങ്ങും ആദ്യം മുതൽ തന്നെ. കാരണം ബോർഡ് എക്സാം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ എന്റെ മക്കൾ ഒരിക്കലും വിചാരിക്കരുത്. ബോർഡ് എക്സാം ഉണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. അത് അടുത്ത വർഷമാണെങ്കിലും അവിടേക്കാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇയറിലും കോമ്പറ്റീഷൻ, ആ കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എല്ലാവരും അല്ലെ. അപ്പൊ അതനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നോക്കിയോ, ആറ്റം അല്ലെ, ആറ്റംസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് എലമെന്റ്സ്, കോൺസെപ്റ്റിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ആറ്റത്തിനെ പറ്റി തന്നെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. അവിടെ സബാറ്റോമിക് പാർട്ടിക്കിളിനെ പറ്റിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റം മോഡൽ, തോംസൺസ് മോഡൽ, റുദർഫോർഡ്സ് മോഡൽ, അതുപോലെ തന്നെ നമ്മുടെ ബോർ മോഡൽ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കും. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എലമെന്റ്സ് അപ് ടു എത്രയാണ്, 18 എലമെന്റ്സ് അല്ലെ, 18 എലമെന്റ്സ് വരെ. അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അവിടെയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം ഇതുവരെ നമ്മൾ അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അത് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവാണ്. ദ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റത്തിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. സിമ്പിൾസ് അല്ലെ, കഴിഞ്ഞ വർഷം സിമ്പിൾസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്സിൽ 18 എലമെന്റ് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോവെങ്കിലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോപ്പിക് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വന്നുള്ള ഒരു ചേഞ്ച് പറഞ്ഞു എന്നേ ഉള്ളായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, കൃത്യമായിട്ട് സിമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. വാലൻസി വെരി ഇമ്പോർട്ടന്റ്. എത്ര കാലം നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നു അതുവരെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണ് ഇതാ മിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ. ആൻഡ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോടോപ്സ്, ഐസോബാർസ്, അതൊക്കെ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, ഈ വർഷവും ഉണ്ട്. കാരണം ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഇവരൊക്കെ എന്താണ്, വെരി ഇമ്പോർട്ടന്റ്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് എന്താ, സ്ട്രക്ചർ ഓഫ് ആറ്റം. അവിടെ നമ്മൾ വരച്ച് പഠിക്കാനുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ വരച്ച് പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് പലതരത്തിലുള്ള ട്രിക്സും ടിപ്സും ഒക്കെ ഉപയോഗിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇതിനകത്ത് എക്സ്പെരിമെന്റ് നമ്മൾ പഠിക്കാനുള്ളത്. പണ്ടുള്ള കുറെ സയന്റിസ്റ്റുകൾ ചെയ്തു വെച്ച എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അല്ലാതെ കുറെ ആക്ടിവിറ്റീസ് അല്ല. പകരം എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിക്ചേഴ്സിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങളെ ക്ലിയർ ആക്കണം. ഇല്ലെങ്കിൽ നമ്മളോട് അതൊക്കെ എന്ത് ചെയ്തു പോവടാ, നമ്മളോട് അതൊക്കെ മറന്നു പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടോ, നിങ്ങൾ ഡ്രോ ലേബൽഡ് ഡയഗ്രാം ഓഫ് വേരിയസ് അറ്റോമിക് മോഡൽസ്, വ്യത്യസ്ത അറ്റോമിക് മോഡൽ, അതിന്റെ ഒക്കെ എന്താണ് ഡയഗ്രാം പഠിക്കാൻ അല്ലെ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോർ മോഡൽ വരെ നമുക്ക് എന്ത് ചെയ്യണം, അത് 18 എലമെന്റിന്റെ വരെ
നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാ, മനസ്സിൽ വെച്ചേക്കുക. എന്താ നമ്മൾ അടുത്ത ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട നമ്മളുടെ ചാപ്റ്റർ ആണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, നേരത്തെയും ആറ്റം ഇപ്പോഴും ആറ്റം. അപ്പൊ നേരത്തെ ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇവിടെയാണ് നമ്മുടെ കെമിക്കൽ ഫോർമുലാസിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് 10th കാലെടുത്ത് വെക്കാൻ പോലും പറ്റില്ല അല്ലെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. 10th എന്നല്ല കേട്ടോ, നിങ്ങൾ ഫ്യൂച്ചറിൽ എവിടെയൊക്കെ നമുക്കറിയാം ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആളുകളാണ്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അവിടത്തേക്കൊക്കെയുള്ള ഒരു ചവിട്ടുപടി പോലെയാണ് ആക്ച്വലി 9th CBSE ഈ ടോപ്പിക്കുകൾ എന്നൊക്കെ പറയുന്നത് കെമിസ്ട്രിയുടെ കാര്യത്തിൽ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തുടക്കത്തിലുള്ളത് എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെ, കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡാൽട്ടൺ അറ്റോമിക് തിയറി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടോപ്പിക് മോളിക്യൂൾസ് ഓഫ് എന്താണ് എലമെന്റ്സ്, മോളിക്യൂൾസ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട് ആൻഡ് ദെയർ പ്രോപ്പർട്ടി അല്ലെ. ഈ ഒരു കോവാലന്റ് കോമ്പൗണ്ടിനെ പറ്റിയും അതുപോലെ തന്നെ അയണിക് കോമ്പൗണ്ടിനെ പറ്റിയും ഒക്കെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഈ വർഷം ഉള്ളവർക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വളരെ പുതിയതാണെന്ന് പറയാം. അയണിക് കോമ്പൗണ്ട് ആണ് കുറച്ചുകൂടെ അവർ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീണ്ടും ആഡ് ഓൺ ചെയ്തു. ഇതൊക്കെ 10th വരുന്ന ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമായിരുന്നു. 10th അവർ കോവാലന്റ് കോമ്പൗണ്ടിനെ പറ്റി, കോവാലന്റ് ബോണ്ടിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. നിങ്ങൾ ഈ വർഷം തന്നെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാനായിട്ട് പോവാണ്. ആൻഡ് റൈറ്റിംഗ് കെമിക്കൽ ഫോർമുല, മോളിക്യുലർ മാസ്, ഫോർമുല യൂണിറ്റ് മാസ് അല്ലെ. ഈ പറയുന്ന എന്താണ്, നമ്മളുടെ മോളിക്കുലർ ഫോർമുല എഴുതാൻ പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് അറിയാതെ നമുക്ക് വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ കെമിസ്ട്രിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഭാവിയിൽ നമ്മൾ കുറെ കോമ്പൗണ്ടിന്റെ ഒക്കെ പേര് പറയുമ്പോൾ കെമിക്കൽ ഫോർമുല മാത്രം പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് എന്താ സാധനം. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ, ഇവിടെ ഇങ്ങനെ 1 വന്നു, ഇവിടെ ഇങ്ങനെ 2 വന്നു. കുറെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പൊ മെഗ്നീഷ്യം ക്ലോറൈഡ് ഞാൻ എഴുതുകയാണ് MgCl2. അപ്പൊ തന്നെ ഡൗട്ടായി, ഇത് എന്തുകൊണ്ട് ഇവിടെ 2 വന്നു, Mgയുടെ താഴെ എന്തുകൊണ്ട് 2 എഴുതിയില്ല, അല്ലെങ്കിൽ Mgയുടെ താഴെ എന്തുകൊണ്ട് 1 എഴുതിയില്ല, വേറെ നമ്പർ ഒന്നും എഴുതിയില്ല. ഈ വക ഡൗട്ട്, ഈ വക സംശയങ്ങളൊക്കെ വരാൻ അല്ലെ നമുക്ക് എപ്പോഴും വരുന്നത്. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതൊക്കെ തീർത്തുകൊണ്ട് പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതും. നിങ്ങൾക്ക് അറിയില്ലേ, കെമിക്കൽ റിയാക്ഷൻ ഒക്കെ എഴുതുമ്പോൾ കുറെ നമ്പേഴ്സ് ഒക്കെ ഇടയിലൊക്കെ നിങ്ങൾ കടന്നു വരുന്ന കാണാറില്ലേ, അതൊക്കെ എങ്ങനെ വന്നു, ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറേ എന്താണ് പീരീഡ്സ് ഒക്കെ എടുത്ത് കുറെ ലെസൺസ് ഒക്കെ എടുത്ത് അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറെ ട്രിക്സിലൂടെയും ടിപ്സിലൂടെയും ഒക്കെ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും അല്ലെ. നിങ്ങൾ പഠിക്കാനുണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ചാപ്റ്ററും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആക്ച്വലി ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്സിൽ വേണോ, കെമിസ്ട്രിയിൽ വേണോ, ബയോളജിയിൽ വേണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, എന്താണ് പുതിയൊരു സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. എർത്ത് ആസ് എ സിസ്റ്റം, എനർജി, മാറ്റർ ആൻഡ് ലൈഫ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷമുള്ള 9th മാറ്റർ ഇൻ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അതില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ആ ഒരു മാറ്ററിനെയും അതുപോലെ തന്നെ വാട്ടർ സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു എർത്ത് എന്താണ് സയൻസിൽ നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. ഇതും വലിയ ചാപ്റ്റർ തന്നെയാണ്. കുറെ ലെസൺസ് ഉണ്ട് ഇതിനകത്ത്, കുറെ കീ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പൊ എന്താണ് അതിന്റെ സോളാർ എനർജി, സോളാർ റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെ, സ്പീഡ് ഓഫ് ലൈറ്റ്, അതുപോലെ തന്നെ നോക്കിയേ സോളാർ എനർജി ഇന്ററാക്ഷൻ വിത്ത് ദ എർത്ത് സർഫസ് ആൻഡ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓൺ എർത്ത് അല്ലെ. അപ്പൊ ഓരോന്നിന്റെയും റോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഫറൻഷ്യൽ വാർമിംഗ് ഓഫ് എർത്ത് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ എന്താണ് വിൻസിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് വാട്ടർ സൈക്കിൾ, കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇവിടെ അകത്ത് പഠിക്കാനുണ്ട്. ഇതൊന്നും കഴിഞ്ഞ വർഷം ഉള്ളവർക്കുള്ളതല്ല കേട്ടോ, ഇതൊക്കെ പുതിയതാണ്. ആൻഡ് ഹ്യൂമൻ ഇമ്പാക്ട് ഓൺ എർത്ത് സിസ്റ്റം അല്ലെ, അത് ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു എർത്ത് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അങ്ങനെ നമുക്ക് വിളിക്കാം അല്ലെ അതിനെ. അപ്പൊ എന്തൊക്കെയാണ് എർത്ത് ആസ് എ സിസ്റ്റം, എനർജി, മാറ്റർ ആൻഡ് ലൈഫ്. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് അവിടെ നോക്കിയാൽ അറിയാം. ഇതൊക്കെ നമുക്കുള്ള എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ്. നമ്മുടെ ലേണിംഗ് ഔട്ട്കം ആണ് ആക്ച്വലി ഈ ഒരു കോളത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ കെമിസ്ട്രിയിലെ അല്ലെ ഒരു ഓവറോൾ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒന്നുകൂടെ മിസ് കാണിച്ചു തരാം. ചാപ്റ്ററിന്റെ പേരൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെ. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ല. ഒരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. സോ ആദ്യത്തത് മിക്സ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് സെപ്പറേഷൻ ഉണ്ട്.
സെപ്പറേഷൻ വെരി ഇമ്പോർട്ടന്റ്, കഴിഞ്ഞ വർഷം ഇല്ലാത്തതാണ്. സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം, കുറെ കാര്യങ്ങൾ പുതുതായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് അല്ലെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിക്കുക, ബോണ്ടിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുള്ള വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ ഫൈനലി നമ്മൾ എല്ലാത്തിലും ചേർന്നിട്ട് നമ്മുടെ എർത്ത് സയൻസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8th CBSE ഓൾഡ് സിലബസ് പഠിച്ചിട്ടുള്ള ആളുകള് മസ്റ്റ് ആയിട്ടും മക്കളെ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾ സോളിഡ് ലിക്വിഡ് ഒക്കെ പഠിച്ചതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, ആ ഫസ്റ്റ് ചാപ്റ്റർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവാതിരുന്നത്. പക്ഷെ അവിടെ ഓൾഡ് CBSE പഠിച്ച ആളുകളുടെ പ്രശ്നം എന്താണ്, ന്യൂ NCERT പഠിക്കാത്ത ആളുകളുടെ പ്രശ്നം എന്താണ്, അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, അത്ര ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ന്യൂ NCERTയുടെ ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇതാ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ കാര്യമൊക്കെ ഒന്ന് പോയിട്ട് കാണുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇതുവർക്ക് മാത്രമല്ല കേട്ടോ, ക്ലാസ് 9 CBSE അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിഞ്ച ബാച്ച് തന്നെയാണ്. ഓൾറെഡി 8th നമ്മുടെ ഓൾഡ് CBSE ആയിക്കോട്ടെ, അതല്ല നമ്മുടെ ന്യൂ NCERT ബാച്ച് ആയിക്കോട്ടെ, അതിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം, ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നിഞ്ച ബാച്ചിനെ പറ്റി പറയുവാണെങ്കിൽ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ 3 പ്ലാൻ ആക്കിയിട്ടാണ് ബാച്ച് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നമ്മുടെ ബേസ് പ്ലാൻ ആണ്, മറ്റൊന്ന് ഇൻഫിനിറ്റി പ്രോ അല്ലെ, 3 പ്ലാൻ ഉണ്ട്. അപ്പൊ നോർമൽ കേസിൽ ഞാനിപ്പോ പറഞ്ഞു തരുവാണെങ്കിൽ നമുക്കറിയാം ഓരോ സബ്ജക്റ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ലൈവ് ക്ലാസ് ആയിക്കോട്ടെ, അതിന്റെ റെക്കോർഡഡ് ക്ലാസ് ആയിക്കോട്ടെ, അതിന്റെ DPPs, അതായത് ഓരോ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ DPPs എന്ന് പറയുന്നത്. അപ്പൊ അതായിക്കോട്ടെ, ഈ പറയുന്ന ഇനാപ്പ് കമ്മ്യൂണിറ്റി ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകൾ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് നമ്മുടെ പേൾ വീഡിയോ എന്ന് പറയുന്നത്. പ്രീമിയം റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്, പ്രീമിയം ഫീച്ചർ ആണ്, പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാ ലേണും മൈൻഡ് മാപ്പും നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അല്ല, മൈൻഡ് മാപ്പിനെ പറ്റിയും ഇൻസ്റ്റാ ലേണിനെ പറ്റിയും അറിയുന്ന ആളുകള് കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. സാറിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ചോദിച്ചാൽ അറിയാം, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സൈലത്തിന്റെ ഒരു മെറ്റീരിയൽ ആണ് അല്ലെ ഇൻസ്റ്റാ ലേൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മൈൻഡ് മാപ്പും. ഇൻസ്റ്റാ ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റും. അതിനകത്ത് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കളർഫുൾ ആയിട്ട് ഒരൊറ്റ ഷീറ്റിലേക്ക് നമ്മളൊരു ചാപ്റ്ററിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എക്സാമിനൊക്കെ റിവൈസ് ചെയ്യാൻ ഇത്രയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല എന്ന് ഞാൻ പറയും. ആൻഡ് അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന നമ്മളുടെ കണ്ടോ നിങ്ങള് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലെ. ഫാൽക്കൺ ബാച്ച്, അതാണ് ഞാൻ പറയാൻ വന്നത്. ഫാൽക്കൺ ബാച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഫാൽക്കൺ ബാച്ചിനെ പറ്റി. ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമുക്കറിയാം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടാവും മുൻ വർഷങ്ങളിലൊക്കെ. അപ്പൊ ഈ വർഷവും നമുക്ക് ഉണ്ടായിരിക്കും. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളത് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന നമ്മുടെ പ്ലാനിലാണുള്ളത്. വൺ അക്കാദമിക് ഇയറിലേക്കുള്ള ഫീസാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഇനി ഇതിനകത്തുനിന്ന് ഇപ്പൊ ഓരോന്നായിട്ട് നമ്മൾ ഒഴിവാക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ഫാൽക്കൺ വലിയ താല്പര്യമില്ല, അപ്പൊ ഫാൽക്കൺ മാത്രം ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്ലാൻ നമുക്കുണ്ട്. കാരണം നമ്മൾ 9 CBSE ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയർ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫാൽക്കൺ ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, കോമ്പറ്റേറ്റീവ് എക്സാം ഇപ്പൊ നമ്മുടെ മനസ്സിലില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ച് എന്ത് ചെയ്താൽ മതി, ഇൻഫിനിറ്റി നിഞ്ച ബാച്ചിൽ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്ന 3 നമ്മുടെ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് വേണ്ട, ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് വേണ്ട, പേൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് പ്ലാൻ, ഏറ്റവും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് പ്ലാൻ ആണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാ ലേണും മൈൻഡ് മാപ്പും ഒക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മെറ്റീരിയൽ ഒക്കെയുള്ള ബാച്ച് നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ഞാനിപ്പോ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും, കാരണം എടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആണെന്ന് തോന്നുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പൊ ഇപ്പൊ നമുക്ക് ഓഫർ ഒക്കെ ഉണ്ട്, 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു നമ്പർ കണ്ടോ, ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തേക്കുക, കോൺടാക്ട് ചെയ്തേക്കുക. താഴെ കൂടെ ഒരു നമ്പർ പോകുന്നില്ല, അതിനകത്തൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്തേക്കുക. അടിപൊളിയായിട്ട് ക്ലാസ് 9 CBSE നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ കെമിസ്ട്രി കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ആണ്. നമ്മളിതാ ഉടനെ തന്നെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം ബേസിക്
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുവാണ് ചെയ്യുക. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ നമ്മൾ പഠിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ കാണാം അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ 9 CBSE പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ സിലബസ് മാറിയ കാര്യം പോലും അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം. അവർക്കും കൂടെ നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.